നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. നമ്മുടെ കേരളത്തിലെ ഒരു സഖാവ് മരുമകന്റെ ആശങ്ക കാണിച്ചു തരാം. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം മുഴുവൻ ആലപിച്ചതിൽ ആശങ്ക. ഈ മൂത്രശങ്ക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ വന്ദേ മാതരം കേൾക്കുമ്പോൾ ഇതെന്ത് ശങ്കയാണ് ഇദ്ദേഹത്തിന്? ആൻഡ് നോട്ട് ദ പോയിന്റ്, മുഴുവൻ പാടിയതാണ് പ്രശ്നം. ഈ മുഴുവൻ ഒന്നും നമുക്ക് പറ്റൂല അല്ലേ? മുറിച്ച് പാടണോ? സ്വന്തം രാജ്യം, അതായത് ഭാരതം, ആ ഭാരതത്തിന്റെ പൗരത്വം വേറിയിരിക്കുന്ന, അതും ജനപ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഭാരതത്തെ വന്ദിക്കുന്ന ദേശീയ ഗാനത്തിന് തത്തുല്യമായിട്ടുള്ള ഒരു ദേശീയ ഗാനം തന്നെ പാടിയതിന് ഇത്രയും അസ്വസ്ഥനാകുന്നത്. എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയിലാണ് കേരളത്തിലെ ജനങ്ങളുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു വിദേശി ആയിട്ടുള്ള വ്യക്തി ഇത് പറയുകയാണെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ ഈ രാജ്യത്തിന്റെ പൗരത്വം പേറിയിരിക്കുന്ന വ്യക്തി ഇത് പറയുമ്പോഴാണ് നമ്മൾ ആശങ്കപ്പെടേണ്ടത്. നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ വിശ്വാസമോ അല്ലെങ്കിൽ ആശയങ്ങളോ ഒക്കെ ഉൾക്കൊള്ളുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അത് പിൻപറ്റിയത് കൊണ്ട് നമ്മൾ ആ രാജ്യക്കാരനായിട്ട് മാറില്ല. വംശം മാറ്റാൻ സാധിക്കില്ല, നമ്മുടെ വിശ്വാസം മാറ്റാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടർ നമ്മളോട് ചോദിക്കുകയാണ്, കുടുംബത്തിൽ ഏതൊക്കെ രോഗങ്ങളുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പാരമ്പര്യ രോഗങ്ങളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ മാറ്റി വേറൊരു വീട്ടിലേക്ക് മാറി, അവിടെ ഉള്ളവരാണ് എൻ്റെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ നമ്മളോട് എന്താ പറയുക? നിങ്ങളുടെ ജൈവപരമായിട്ടുള്ള ബയോളജിക്കൽ പേരൻസിന്റെ ഹെറിഡിറ്ററി സൂക്കേടുകളാണ് ഞാൻ ചോദിച്ചത് എന്നാണ് പറയുക. നമുക്ക് പുതിയ മാറ്റിയ മാതാപിതാക്കൾക്കുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ പറയാൻ പറ്റില്ല. അതാണ് വംശപാരമ്പര്യം എന്ന് പറയുന്നത്. വിശ്വാസ പാരമ്പര്യമല്ല ഈ ലോകത്ത് എല്ലായിടത്തും കണക്കിലെടുക്കുന്നത്, വംശപാരമ്പര്യമാണ്. ഒരു പ്രത്യേക റേസിന്റെ ജെനറ്റിക്സ് ആണ് നമ്മൾ എവിടെയും റെലവന്റ് ആയിട്ടുള്ള, പ്രസക്തമായിട്ടുള്ളത്. ഇത് തന്നെയാണ് ഈ സംഖ്യകളെന്ന് പറയുന്ന ഞങ്ങൾക്കും ഇത്തരക്കാരോട് പറയാനുള്ളത്. നിങ്ങളുടെ വംശം ഏതാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. ഈ ഭാരതത്തിൽ ഹിന്ദുക്കളും എക്സ് ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ മാത്രമേ ഉള്ളൂ. കാര്യം, ഹിന്ദു ആയിരുന്നവർ തന്നെയാണ് ഇപ്പോൾ എക്സ് ഹിന്ദു എന്ന് പറഞ്ഞ് നടക്കുന്നത്. പക്ഷെ അവർക്കുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമുക്ക് ഈ എക്സ് ഫാദർ, എക്സ് മദർ, എക്സ് ചിൽഡ്രൻ എന്ന് പറയാൻ പറ്റില്ല. അതായത് എൻ്റെ എക്സ് അച്ഛൻ, എക്സ് അമ്മ, എക്സ് മക്കൾ എന്ന് പറയാൻ പറ്റില്ല. എക്സ് വൈഫ്, എക്സ് ഹസ്ബൻഡ് എന്ന് പറയാം. എൻ്റെ മുൻ ഭാര്യ, മുൻ ഭർത്താവ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എൻ്റെ മുൻ അച്ഛൻ, മുൻ അമ്മ, മുൻ മക്കൾ എന്ന് പറയാൻ പറ്റില്ല. കാര്യം അത് അവിടെ ഉറപ്പിച്ചു കഴിഞ്ഞ ഒരു ജെനറ്റിക്സ് ആണ്, ഒരു പാരമ്പര്യമാണ്. ഈ പാരമ്പര്യം തന്നെയാണ് ഇത്തരക്കാരെ ഓർമ്മിപ്പിക്കാനും ഉള്ളത്. അതുകൊണ്ട് ഇത്തരം ആശങ്ക തോന്നുന്നവർക്ക് വേണ്ടിയിട്ടാണ് 1947 ഒരു രാജ്യം തന്നെ മുറിച്ചു മാറ്റി തന്നത്. ഈ ആശങ്ക എപ്പോഴാണോ ഇങ്ങനെയുള്ള ഇത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്നത്, നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു പോവുക. അതാണ് ഏറ്റവും നല്ലത്.